കരീമ നാളെ വരണ്ടേട്ടാ. നാളെ ഞങ്ങൾ ഇവിടെ കാണും. അപ്പൊ ഇന്ന് ജോലിയൊക്കെ കഴിഞ്ഞല്ല. അങ്ങനത്തെ കുടിക്കും. ശരി മോളെ. ഖദീജമ്മ എന്തെങ്കിലും കഴിച്ചതാണോ? ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടാ? ആ വേണ്ട മോളെ, ഇനി എനിക്ക് 2 വീടും കൂടി ഇതേപോലെ വൃത്തിയാക്കാനുണ്ട്. ഞാൻ പോണു. അമ്മക്ക് ഇപ്പം തന്നെ തീരെ വയല്ല. നീ വേറെ വീട്ടിൽ പോണോ? നീ വീട്ടിൽ പൊക്കൂടെ? മോളെ, കാശിന് പകരം കാശ് തന്നെ വേണ്ടേ? വയ്യായികൊക്കെ അവിടെ അങ്ങ് കിടന്നോളൂ. ഞാൻ അങ്ങോട്ട് അല്ല, ഖദീജമ്മ ഇന്ന് താമസിച്ചാണല്ലോ പറഞ്ഞത്. ഇനി നിങ്ങൾ ചെന്നിട്ട് എപ്പോഴാണ് താത്ത വല്ലതും വേവിച്ച് കഴിക്കണത്? ആ, ഇന്നിത്തിരി താമസിച്ചു. ചെറുക്കൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കട്ടെ. എങ്കിൽ ഇന്ന് അത് മതി. എന്റെ ഉമ്മ, അവന് 16 വയസ്സായില്ലേ നിങ്ങളുടെ മോന്. അവനല്ലേ ഇനി ജോലി ചെയ്ത് നിങ്ങളെ നോക്കാനുള്ളത്. അപ്പൊ നിങ്ങളാണ് അവനെ ജോലി ചെയ്ത് നോക്കുന്നത്. നിങ്ങൾ തന്നെയാണ് അവനെ പഠിപ്പിച്ച് താഴെക്കളയാ. ആ, പാപ്പ ഇല്ലാതെയൊക്കെ വളർന്നില്ലേ. ഞാനാണെങ്കി അങ്ങ് ഒരുപാട് അങ്ങ് ലാലിച്ചു. തല്ലി കൊല്ലാൻ പറ്റുമോ? പറയും. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പണ്ട് മാഷിന്റെ കയ്യിലെ കോമ്പസ് വെച്ച് കുത്തിയിട്ടാണ് അവൻ സ്കൂളിൽ നിന്ന് ഇറങ്ങി ഓടിയത്. ഓടി തുടങ്ങിയതിന് വേണ്ടിയിട്ട് ഇപ്പൊ ആ ഓട്ടം എവിടെയാണ് ചെന്ന് നിൽക്കുന്നത്? കുറെ അഴുക്ക കൂട്ടുകെട്ടും വെള്ളം അടിയും കഞ്ചാവ് വലിയും. ഇല്ല വേണ്ട, എല്ലാ ദൂഷ്യയിലാ ചെറുക്കന്റെ കയ്യിലിപ്പോ ഉണ്ട്. നിങ്ങൾ തന്നെയാണ് വളം വെച്ച് കൊടുക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. ആ, ഞാൻ പോട്ട്, നേരം വൈകി. എന്തിനാടാ ഇങ്ങനെ കുടിച്ച് നശിക്കുന്നത്? എന്നെ ഉപദേശിക്കാൻ വന്നാണ്ടല്ലേ. ഞാനുള്ള വരക്കെ നിർത്താം കേട്ടാ. ഞാനൊന്നും പറയണില്ല, നീ കേറ്. ഇല്ല, ഞാൻ ഒന്നും പറയണില്ല. നീ വല്ലത് കഴിച്ചാ പോലെ. ഞാൻ കഴിച്ച് തുടങ്ങിയൊന്നുമില്ല. മോനെ എനിക്കറിയാം കിടന്നു വായിക്കാൻ എന്തായാലും പൈസ മതിയാ. മോനെ, ഉമ്മാരെ കയ്യിൽ ഒരു പൈസ ഇല്ല. ചിട്ടിക്കും എല്ലാത്തിനും കൊടുത്ത്. ഇനി ഞാൻ എവിടെ നിന്ന് കാശ് എടുത്തോണ്ട് തരാം നിനക്ക്? പിന്നെ എന്തിനാ കള്ള എന്നെ ഇങ്ങോട്ട് ഉണ്ടാക്കിട്ടത്? ആ വയറ്റിൽ വെച്ച് കൊന്നോളായിരുന്ന ഇവിടെ ഓരോരുത്തര് പൈസ വല്ലതൊക്കെ അടിച്ചു പൊളിച്ച് ജീവിക്കും. ഇവിടെ പട്ടിയെ പോലെ നിരകാതെ കുറെ ഇതിനുണ്ടാക്കി വിട്ടേട്ട്. മോനെ, അങ്ങനെയൊന്നും പറയില്ലേടാ. നിന്റെ ഉമ്മ അല്ലേടാ. പ്രസവിച്ചെന്ന് മാത്രം തള്ളയുടെ ആവൂല. അല്ലെ പോയി, നിങ്ങൾ തൽക്കാലം ഒരു കാര്യം ചെയ്യാം. മാല നീങ്ങി കാര്യം നടക്കട്ടെ. ഓ മോനെ, നീ അത് മാത്രം ചോദിക്കരുത്. നിന്റെ പാപ്പാരെ ഓർമ്മയ്ക്ക് ആകെ ഉള്ള സമ്പാദ്യമാണ് ഈ മാല. അതിന് എങ്ങനെ തരാനാണ്? മരിച്ച വന്ന ഓർമ്മയ്ക്കായിട്ട് മാല മാല കൊണ്ടുപോവല്ലേടാ മോനെ. ഇരുട്ടാണതാ, പോവല്ലേ. നീ വീട്ടിൽ കേറ്. നീ ആ മാലയും കൊണ്ടുപോയിരുന്നെങ്കിൽ അപകടം വരട്ട് വെക്കേ ഉള്ളൂ. നിന്റെ വാപ്പ പൂർക്കൂലിടാ നിന്റെ അടുത്ത്. മാല
അപ്പൊ നിങ്ങളോട് നിങ്ങൾ പെട്ടെന്ന് അവന്റെ വണ്ടി അയച്ചിട്ടുണ്ട് അങ്ങോട്ട് പോയിട്ട് ആ വേറെ ഉടുപ്പ് എടുത്തിട്ട് വരി എന്നാ വരി അങ്ങോട്ട് പോയിട്ട് ഡോക്ടറെ എന്റെ കുഞ്ഞിനിപ്പ എങ്ങനുണ്ട്? ഇരിക്കും. ഞാൻ പറയണത് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ മോന്റെ നില കുറച്ച് ക്രിട്ടിക്കലാണ്. കാരണം ആക്സിഡന്റ് പറ്റിയപ്പം ഏറ്റവും കൂടുതൽ ക്ഷതയേറ്റത് നെഞ്ചിന്റെ ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ ഹൃദയത്തിന് നന്നായിട്ട് ക്ഷതയേറ്റിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കിയപ്പം പഴുത്തൊക്കെ കുറഞ്ഞു വരെയുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് വേറെ ബന്ധുക്കളോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കണം. നമുക്ക് നോക്കാം. ഡോക്ടറെ എന്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. എത്ര പൈസ വേണമെങ്കിൽ ഞാൻ തരാം. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കി തരാം. എന്റെ കുഞ്ഞിന്റെ ജീവൻ അതെനിക്ക് വേണം. ഏതിരിക്കും ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂ. ജീവൻ കൊടുക്കാൻ ഞാൻ ദൈവമൊന്നുമല്ല. ഒരു ഡോക്ടറിന് അതിൻ്റെതായ പരിമിതികളുണ്ട്. നിങ്ങളുടെ മകൻ ഏത് നിമിഷവും ചിലപ്പോ ഇവിടുന്ന് വിട പറഞ്ഞേക്കാം. ചിലപ്പോ 1 മണിക്കൂർ, ചിലപ്പോ 2 ദിവസം. എന്റെ മോന്റെ ഭാഗ്യം പോലെ ഇരിക്കും. എങ്കിലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ശ്രമിച്ചു നോക്കാം. ഡാമേജ് സംഭവിച്ച നിങ്ങളുടെ മകന്റെ ഹൃദയത്തിന് പകരം വേറൊരു ഹൃദയം നമുക്ക് തരപ്പെടുവാണെങ്കിൽ നമുക്ക് ചെയ്യാം. മോന്റെ ബ്ലഡ് ഗ്രൂപ്പും എല്ലാം ശരിയാവണം. ഞാൻ എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. അത് മാത്രമല്ല, ഹൃദയം എന്ന് പറയുമ്പോൾ നമുക്ക് വെറുതെ എടുക്കാൻ പറ്റൂല. മരിച്ച് മണിക്കൂറുകൾ കഴിയണതിന് മുമ്പേ നമുക്ക് ആ ഹൃദയം നമുക്ക് ഇവിടെ എത്തിക്കണം. എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ഞാൻ ചെലവാക്കാം, പ്രശ്നമില്ല. ഡോക്ടറെ എന്റെ മകനെ എനിക്ക് രക്ഷിക്കണം. പൈസ ഞാൻ ഉണ്ടാക്കാം. എനിക്കിപ്പൊ ദൈവതുല്യനാണ്. എങ്കിൽ ശരി ഉമ്മ വേഗം പോയി ക്യാഷ് റെഡിയാക്കാൻ നോക്കൂ. ഞാൻ എന്തായാലും എല്ലാ ഹോസ്പിറ്റലിലും ഒന്നും കൂടി ഒന്ന് അന്വേഷിക്കട്ടെ. എങ്ങനെയെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, ഞാൻ അതിനെ കുറിച്ചൊന്ന് തിരക്കാം. ഉമ്മ പോയിട്ട് വരും സമാധാനത്തോടെ. അടുത്ത ദിവസം രാവിലെ ആ ഉമ്മ റോഡരികിലുള്ള 20 സെന്റ് ഭൂമിയും കൊച്ചു വീടും ബാങ്കിൽ പണയം വെച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ബ്രോക്കർ പറഞ്ഞ വില 35 ലക്ഷം രൂപയായിരുന്നു. ഡോക്ടറെ പണം കിട്ടി. പണം കൊണ്ടൊന്നും ഇനി പ്രയോജനം ഉണ്ടെന്ന് തോന്നണില്ല. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചു നോക്കി. പക്ഷേ ഉമ്മയുടെ മോൻ്റെ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് യോജിച്ച ഒരു ഹൃദയം കണ്ടെത്താൻ കഴിഞ്ഞില്ല. സോ നമുക്ക് പ്രാർത്ഥിക്കാനേ ഈ സമയത്ത് പറ്റുള്ളൂ. പഠിച്ചോനെ എന്തോന്നു പരീക്ഷ. ഡോക്ടറെ എന്റെ മോന് അവസാനായിട്ട് ഉമ്മക്കൊന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ ഉമ്മ, കാണാലോ. സിസ്റ്റർ, ഈ ഉമ്മയെ കുട്ടിയൊന്ന് ഐസിയുടെ ഇപ്പം വന്ന പേഷ്യന്റിനെ ഒന്ന് കാണിക്കണം. പാപ്പ മരിച്ചപ്പോ ഒരു കുറവും വരുത്താതെ ഞാൻ വളർത്തി എന്റെ മോൻ കിടക്കണ കിടപ്പ് കണ്ട അവന്റെ കുഴിയിലും മണ്ണിടാനാണല്ലോ പഠിച്ചോനെ നീ എന്നെ ജീവിപ്പിച്ചത്. കൊച്ചു കുഞ്ഞായിരുന്നപ്പോ കുളത്ത് വീണെന്നില്ല, ഇപ്പൊ നീന്തി കരക്കടുപ്പിച്ച് ജീവൻ രക്ഷിച്ചു. പക്ഷെ ഇപ്പോ ഈ ഉമ്മ എങ്ങനെ എന്റെ പൊന്നുമോന്റെ ജീവൻ രക്ഷിക്കും? ഡോക്ടർ ഡോക്ടർ ഒന്ന് ഓടി വരൂ പെട്ടെന്ന്. സിസ്റ്റർ, എന്താ എന്താ എന്റെ മോനെ? ഡോക്ടർ, ഡോക്ടറെ എന്റെ മോനെ. നിങ്ങൾ എന്റെ മുറിയിലോട്ടൊന്ന് വരൂ. വരാം. ഉമ്മ, ഞാൻ പറയണത് സമാധാനത്തിൽ കേൾക്കണം. ഒന്നും തോന്നരുത്. ഇനി മോനെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നൗ ഹി ഈസ് കോമ സ്റ്റേജ്.
ഹൃദയം പമ്പ് ചെയ്യുന്നത് വളരെ കുറഞ്ഞാൻ പോകുന്നു. പൾസ് വളരെ കുറവാണ്. ഇനി ചിലപ്പം ഏതാനും മണിക്കൂറുകൾ മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ. അപ്പൊ മാഡം എന്റെ കുഞ്ഞിനെ രക്ഷിക്കാനായില്ലേ? ഒരേ ഒരു വഴി നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു, ഹാർട്ട് പ്ലാന്റേഷൻ. പക്ഷെ വിധി എന്ന് കരുതിയേ പറ്റുമോ? അപ്പൊ ഡോക്ടറെ ആരുടെ ഹൃദയവും പറ്റുമോ? ഉമ്മ ആരുടെ ഹൃദയവും പറ്റും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വർക്കിംഗ് കണ്ടീഷൻ ആയിട്ടുള്ള മരിച്ച മണിക്കൂറുകൾക്കകം ഓക്കെ ആണെങ്കിലുള്ള ഹൃദയം, പിന്നെ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് എല്ലാം മാച്ച് ആവണം. എങ്കിൽ നമുക്ക് ഇത് ചെയ്യാം. അപ്പൊ ഡോക്ടറെ എന്റെ ഹൃദയം എടുത്താലോ? എന്റെ ഹൃദയം എന്റെ മോന് കൊടുക്കാം. ഈ ഉമ്മ തയ്യാറാണ്. ഉമ്മ, നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് പറയണത്? ജീവിച്ചിരിക്കുന്ന ആളുടെ ഹൃദയം എടുക്കുമെന്നോ? ഇറ്റ്സ് നോട്ട് പോസിബിൾ. അതിവിടെ നടക്കില്ല, പറ്റില്ല. മാഡം, എനിക്ക് ജീവിക്കണ്ട. എന്റെ ഹൃദയം എന്റെ മോന് വെച്ച് അവന്റെ ജീവൻ രക്ഷിക്കുമോ? എനിക്കത് മാത്രം ചെയ്തു തന്നാ മതി. അവൻ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് കണ്ണു തുറന്ന് കണ്ടാൽ മതി. ഉമ്മ, നിങ്ങൾ പറയുന്ന ഈ കാര്യം മെഡിക്കൽ എത്തിക്സിന് എതിരാണ്. ഞാനൊരു കൊലപാതകം ചെയ്യുന്നത് പോലെ ആവും. എനിക്ക് ജീവൻ കൊടുക്കാൻ കഴിയും, പക്ഷെ ജീവൻ എടുക്കാൻ അധികാരം ഇല്ല. എന്താ എന്റെ മോന്റെ ജീവൻ രക്ഷിക്കും സാറേ? എന്താ കഴിയില്ലല്ലേ സാറേ? ഈ ലോകത്ത് കഴിയില്ല ആരുടെ ജീവൻ എടുക്കാൻ. അധികാരമില്ല. എന്നിട്ട് കോടതി ശിക്ഷ വിധിച്ചിട്ട് എത്ര പ്രതികളെയാണ് തൂക്കിക്കൊല്ലണത്? എത്ര പ്രതികളെയാണ് പോലീസ് വെടിവെച്ച് കൊല്ലണത്? കുറ്റവാളികളെയൊക്കെ. അത് കൊലപാതകമല്ലേ? അതിന് ന്യായമായ കാരണങ്ങളുണ്ട്. അതുപോലെയാണോ ഇത്? ഇതോ അതുപോലെയല്ലേ? ഇതിന്റെ ഒരു ന്യായമല്ലേ സാറേ? സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞ് മരിക്കാൻ കിടക്കുമ്പോ ജീവൻ കൊടുക്കാൻ ഒരു ഉമ്മക്ക് കടമയില്ലേ ഡോക്ടറെ? ഉമ്മക്ക് അതിന്റെ അവകാശം ഇല്ലേ? നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാകും. പക്ഷെ നിങ്ങളുടെ ജീവനാണ് നിങ്ങൾ മകന് കൊടുക്കുന്നതിനുള്ള ഒരു ബോധം വേണം. ഒരു ജീവൻ പോയിട്ടാണ് മറ്റൊരു ജീവൻ ഓടലെടുക്കുന്നത്. ഡോക്ടറെ, ചോരയും നീരുമുള്ള പ്രായത്തിൽ മരിച്ചതാ എന്റെ ഭർത്താവ്. ഞാൻ മറ്റൊരാളെ കല്യാണം പോലും കഴിക്കാത്തത് അവനെ നോക്കാനാ. എന്റെ പകുതിയിലധികം ആയുസും ഞാൻ പിന്നിട്ട് കഴിഞ്ഞു. മരിക്കുന്ന നേരത്ത് അവന്റെ വാപ്പ ഒരു കാര്യം ആവശ്യപ്പെട്ടുള്ളൂ, അവനെ നന്നായി നോക്കണമെന്ന്. എനിക്ക് വേണ്ടത് അവന്റെ സന്തോഷമാണ്. അതിനെന്റെ ജീവൻ തരാനും ഞാൻ തയ്യാറാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ അമ്മ, എനിക്കത് സാധിക്കില്ല. ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ഹൃദയം എനിക്ക് ഒരിക്കലും ഓപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കാൻ പറ്റില്ല. എനിക്കത് സാധിക്കില്ല. അപ്പോ ഞാൻ മരിച്ചാലോ? മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൃദയം എടുത്തൂടെ? ഇതങ്ങ് മുറിക്കട്ടെ സാറേ. എനിക്ക് ജീവനുള്ളതല്ലേ കുഴപ്പം? മരിച്ച ശരീരത്തിൽ നിന്ന് ഡോക്ടറിന് ഹൃദയം എടുക്കാമല്ല, ഒരു കുഴപ്പമില്ലല്ലോ. നിങ്ങൾ അകത്തൊന്നും കാണിക്കല്ലേ സിസ്റ്റർ. ഉമ്മ പറയുന്നൊന്ന് മനസ്സിലാക്കൂ. നിങ്ങളുടെ ഹൃദയം മാച്ച് ആവണമെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് കൂടി മാച്ച് ആവണം, അല്ലാതെ പറ്റില്ല. എന്നാ ഡോക്ടർ സത്യം ചെയ്. അത് ശരിയാവുമെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാന്ന് പറ സാറേ. ഒന്ന് പറ. എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ ഡോക്ടറെ? പറയൂ. നോ പ്ലീസ്. ഞാൻ സമ്മതിച്ചു. സിസ്റ്റർ, ഈ ഉമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് പേഷ്യന്റിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ആയിട്ട് സാമ്യം ഇടാൻ നോക്കൂ. ഡോക്ടർ, പറയൂ. രണ്ടുപേരുടെയും ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് ആണ്. കുറച്ച് പേപ്പേഴ്സുകളിലെല്ലാം ഒപ്പിടണം. ഇവിടെ അല്ലേ സാറേ ഒപ്പിടാനുള്ള? അതെ, അവിടെ തന്നെ ഇടണം. അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വരയിട്ടേക്കുന്നത്. ഡോക്ടർ ആ ഉമ്മയുടെ പുത്രവാത്സല്യത്തിൽ നിയമങ്ങൾ മറക്കുകയായിരുന്നു. അങ്ങനെ ഓപ്പറേഷൻ വിജയകരമായി.
അതാ നീയൊക്കെ ഞാൻ ചത്തു എന്ന് വിചാരിച്ചാ അങ്ങനെയൊന്നും ചാവൂലടാ പെട്ടെന്നൊന്നും. നീ കുറെ കുടിച്ച് ദീർഘമാക്കി കിടക്കേണ്ടി. അടുത്ത മാസം പൂരത്തിന് നമുക്ക് പൊളിക്കണം. അതാ അടിച്ച് പൊളിക്കണം, കുടിച്ച് ഇല്ലാമാക്കണം. ഡോക്ടറാണ് പറഞ്ഞത്, നിനക്കധികം സംസാരിച്ചുകൂടാ. പൈസയുടെ കാര്യത്തിലൊന്നും വിഷമിക്കണ്ടടാ. അന്ന് ഞാൻ ബാങ്കില് ആ മാല കൊണ്ടുപോയി പണയം വെച്ച്, ആ തള്ളയുടെ മാല, ആ പൈസ ഉണ്ട്. പൈസകളെല്ലാം സെറ്റാണ്. ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് എണീക്കട്ട്. ശരി ശരി, എല്ലാരും പുറത്തു പോകും. ഇപ്പൊ എങ്ങനെയുണ്ട്? ആ എനിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഡോക്ടറെ, ഞാൻ ഉഷാറാണ്. എന്നെ എന്നാ ഡിസ്ചാർജ് ചെയ്യുന്നത്? വീട്ടിൽ പോകാൻ പറ്റുന്നത് എപ്പോഴാ? ശരി, അധികം സംസാരിക്കാൻ പാടില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നീ കണ്ണു തുറന്നിട്ട് എന്റെ ഉമ്മയെ കുറിച്ച് ചോദിച്ചില്ലല്ലോ. എന്റെ ഉമ്മയെ കാണണ്ടേ? ആ അവര് ഞാൻ ചത്തെന്നും പറഞ്ഞ് സന്തോഷിച്ച് എവിടെയെങ്കിലും പോയി ഇരിക്കുമായിരിക്കും. അവരെ മാല എടുത്തപ്പോഴേ അവര് പ്രാവി തള്ളിയാണ് വിട്ടത്. കളവി. നിർത്തടോ, ആ വിഷം തുപ്പുന്ന നാവ് കൊണ്ട് ഇനി നീ ആ ഉമ്മയെ കുറിച്ച് ഒരക്ഷരം മിണ്ടി പോകരുത്. നിന്റെ പൊടിഞ്ഞു തൂങ്ങിയ ആ വാരലിനുള്ളിലെ ആ പാവ ഉമ്മാരെ ഹൃദയമാണ് തുടിക്കണത്. അവരുടെ ജീവനാണ് നീ ദാനമായിട്ട് തന്നത്. എന്നിട്ട് അവരെ കുറിച്ച് പറയുന്നതാണ്. മന്ത്രിമാരടക്കം 1000-ലധികം ഓപ്പറേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്റെ കൈ വരച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു ഉമ്മാരെ ജീവനുള്ള ശരീരത്തില് ഞാൻ കത്തി വെച്ചത്. അതെന്റെ കൈയുടെ വിറയിൽ ഇതുവരെയ്ക്ക് എനിക്ക് മാറിയിട്ടില്ല. പാവം, ഓപ്പറേഷന് ആ സമയത്ത് പോലും മോനെ മോനെ എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരോട് കുറച്ച് ദയെങ്കിലും നിനക്ക് കാണിച്ചൂടെ? എന്റെ ഉമ്മ അവൻ എന്തൊരു വിധിയാണ്. നിങ്ങൾ എന്റെ കൂടെ തന്നെ ഉണ്ടല്ലേ. നിനക്കറിയോ, സ്വന്തം ജീവൻ കൊടുത്തിട്ട് മകന് ജീവൻ കൊടുക്കുന്നത് നമ്മൾ പുരാണങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയ്ക്കും സ്വന്തം ജീവൻ കൊടുത്തിട്ട് ഒരു മകനെ രക്ഷിക്കുന്ന ഒരു മാതാവിനെ ഞാൻ കാണുന്നത്. ആ മാതാവിനെ ഒരിക്കലും ഇങ്ങനെ കുറ്റം പറയരുത്. ആ ഹൃദയം നിന്നോടൊപ്പമാണ്. ഇനിയെങ്കിലും കുറച്ചു നാളെങ്കിലും ആ ഹൃദയത്തിന് വേണ്ടി, ആ ഉമ്മാക്ക് വേണ്ടി നല്ലവനായിട്ട് ജീവിക്കാൻ നോക്കും. എന്തായാലും ഞാൻ മരുന്നൊക്കെ എഴുതിയിട്ടുണ്ട്, കറക്റ്റ് സമയത്ത് കഴിക്കണം. എന്നോട് ക്ഷമിക്കും, എന്നോട് ക്ഷമിക്കും. ഈ കഥ ഒരു സാങ്കല്പിക കഥയായിട്ടെടുക്കാം. ഇതിലെ പല കാര്യങ്ങളും നമുക്ക് യുക്തിക്ക് യോജിക്കാത്തതാണ്. പക്ഷേ നമ്മുടെ ഓരോ അമ്മമാരും അച്ഛന്മാരും നമുക്ക് ജീവന് തുല്യം നമ്മളെ സ്നേഹിക്കേണ്ടവരാണ്. അവർ നമുക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ അവർ അവരുടെ ജീവൻ വരെ നമുക്ക് തരാൻ തയ്യാറാണ്. അത് നമ്മൾ ഓരോ മക്കളും മനസ്സിലാക്കണം. ഇപ്പോഴത്തെ കാലത്ത് സമൂഹത്തിൽ നടക്കുന്ന പല സംഭവങ്ങളും നമ്മൾ കാണാറുണ്ട്. അമ്മമാരെ വെട്ടിക്കൊന്നു ലഹരിയുടെ മറവിൽ. ലഹരിയുടെ മായാലോകത്തിൽ അമ്മമാരെയും അച്ഛന്മാരെയും വെട്ടിക്കൊന്നു. അങ്ങനെ എത്ര വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. അവർക്ക് ഒരു ബോധം ഉണ്ടാവാനും സമൂഹത്തിലെ എല്ലാ മക്കളും തിരിച്ചറിയാനും ഈ കഥ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഒരമ്മമാരെയും അച്ഛന്മാരെയും നമ്മൾ ഒരിക്കലും വേദനിപ്പിക്കരുത്. അവർ നമുക്ക് ജന്മം തന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മരണം വരെയും അവരുണ്ടെങ്കിൽ നമുക്ക് കാവലായിട്ട് നിൽക്കും. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ തിരിച്ചറിയുന്ന കാലത്ത് അവര് നമ്മളോടൊപ്പം ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ അവർ മണ്ണടിങ്ങിട്ടുണ്ടാവും. അപ്പം നമുക്ക് വല്ലാത്തൊരു വിങ്ങലുണ്ടാവും. അതുണ്ടാവാതിരിക്കണമെങ്കിൽ അവർ ജീവനോടെയുള്ള കാലത്ത് അവരെ നമ്മൾ സംരക്ഷിക്കണം. അവർക്ക് എന്താണ് സന്തോഷം അത് നമ്മൾ സാധിച്ചു കൊടുക്കണം. അവർക്ക് ഒരേ ഒരു സന്തോഷം മാത്രമേ ഉണ്ടാവൂ, മക്കളെ എപ്പോഴും നല്ലവരായിരിക്കണം, നല്ലവരായി വളരണം, സമൂഹത്തിൽ അവർക്ക് നല്ല പേര് മാത്രം കേൾക്കണം എന്നതായിരിക്കും. ഇപ്പോൾ ഓരോ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ലഹരി ഉപയോഗിക്കുമ്പോൾ തൻ്റെ മാതാവിനെയും പിതാവിനെയും മറക്കുന്ന മക്കൾ ഇന്ന് എല്ലാവർക്കും പരിചിതമാണ്. ന്യൂസുകളിലും എല്ലാം നമ്മളത് കേൾക്കാറുമുണ്ട്. അവരറിയാം, പൂതപ്പാട്ടിലെ അമ്മ ഇപ്പോഴും ഇവിടെ എല്ലാം ജീവിച്ചിരിപ്പുണ്ട്. സ്വന്തം ജീവൻ കളഞ്ഞും അവർ മക്കൾക്ക് വേണ്ടി ത്യാഗം സഹിക്കും.
മക്കൾക്ക് വേണ്ടി കണ്ണുവരെ ചൂന്നു കൊടുക്കും. എല്ലാ മക്കളും അതറിയണം.